കമാൽ വരൂ തിരികെ എത്താൻ താങ്കളിലേക്ക്. ഡോക്ടർ കെ എൻ രാഘവനിലേക്ക് ഒരിക്കൽ കൂടി. കെ എൻ രാഘവൻ, ഫാസ്റ്റ് ബൗളിംഗ് പരിശീലിക്കാനാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആദ്യമായി ബാംഗ്ലൂരിലെ പേസ് അക്കാഡമിയിൽ എത്തുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉയരക്കുറവ് മൂലം അദ്ദേഹത്തെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ കോച്ച് പ്രേരിപ്പിക്കുകയായിരുന്നു. പക്ഷേ എന്നിട്ടുകൂടി ബൗളിങ്ങിലും അദ്ദേഹം വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു യഥാർത്ഥ പ്രതിഭ ഏതൊരു സ്പോർട്സിലെയും, ക്രിക്കറ്റിലെ മാത്രമല്ല ഏതൊരു സ്പോർട്സിലെയും യഥാർത്ഥ പ്രതിഭ എന്ന് അദ്ദേഹത്തെ നിസ്സംശയം നമുക്ക് വിശേഷിപ്പിക്കാം. ശരിയല്ലേ? വളരെ ശരിയാണ്. കാരണം ടെണ്ടുൽക്കറുടെ ബാറ്റിങ്ങിനെ പറ്റി ഇനി ഉപയോഗിക്കാത്ത വാക്കുകളില്ല. ഏറ്റവും നമ്മളെ അഡ്ജക്റ്റീവ്സ് എല്ലാം എഴുതി തീർന്നു പോയി. അത്രയ്ക്ക് മികച്ച ബാറ്റ്സ്മാനാണ് അദ്ദേഹം, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു യഥാർത്ഥ പ്രതിഭയാക്കുന്ന എൻ്റെ കണക്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബൗളിംഗ് ആണ്. കാരണം അദ്ദേഹം വളരെ കുറച്ചേ ബൗൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ബൗൾ ചെയ്ത അവസരങ്ങളിലെല്ലാം അദ്ദേഹം അവസരത്തിനൊത്ത് ഉയർന്നുണ്ട്. ആ കളിയുടെ ഗതി മനസ്സിലാക്കാൻ, പിച്ച് നന്നായി റീഡ് ചെയ്യാൻ ഇത്രയും കഴിവുള്ളൊരു ബൗളർ സച്ചിൻ ടെണ്ടുൽക്കറെ പഴയ അധികം ഉണ്ടാവുകയില്ല. കൊച്ചിയിലെ മത്സരം തന്നെ നമുക്ക് നോക്കാം. 5 വിക്കറ്റ് അദ്ദേഹം എടുത്തു. ആ ട്രാക്ക് സ്ലോ ആയി വരികയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ആ ഒരു ബോൾ, ഹോൾഡ് ദ ബോൾ ബാക്ക് എന്ന് പറയുന്നത് വളരെ വിദഗ്ധമായി ഉപയോഗിച്ച് 5 വിക്കറ്റ് എടുത്ത് മാൻ ഓഫ് ദ മാച്ചായി. ഇതുപോലെ തന്നെ ഹീറോ കപ്പിൽ ഒരു 6 റൺസ് മാത്രമായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ ജയിക്കാൻ ആവശ്യമുള്ള സെമിഫൈനൽ. ആ ഒരു ഓവർ സച്ചിൻ ടെണ്ടുൽക്കർ വളരെ വിദഗ്ധമായി ബോൾ ചെയ്ത് ഇന്ത്യയെ കളി ജയിപ്പിച്ചു. അതുപോലെ തന്നെ വേറൊരു കാര്യം നോക്കുന്നത് സച്ചിൻ ടെണ്ടുൽക്കറുടെ ഫീൽഡിംഗ് ആണ്. സ്ലിപ്പിലായാലും ശരി, ഡീപ്പിലായാലും ശരി, ഇത്ര നന്നായി ഫീൽഡ് ചെയ്യുന്ന വളരെ ചുരുക്കം കളിക്കാരെ ഇന്ത്യയിൽ ഉണ്ടാവുള്ളൂ. ഈ അവസാന സമയത്ത് കൂടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 40 വയസ്സായി. ഈ ഒരു ഘട്ടത്തിൽ കൂടി ഔട്ട് ഫീൽഡ് ഇത്രയധികം ഓടുകയും ഇത്ര ഷാർപ്പായിട്ടുള്ള ത്രോസും എറിയുന്നൊരു ഫീൽഡേഴ്സ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഓൾറൗണ്ട് എല്ലാ ഘട്ടത്തിലും അദ്ദേഹം ക്രിക്കറ്റിന് വേണ്ടി മാത്രം ജനിച്ച ഒരു പ്രതിഭയാണ്. പക്ഷെ ഇതിനെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ച ആ ഒരു ടാലൻറ്റ് അദ്ദേഹം എങ്ങനെ പെർഫോമൻസിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. പൊട്ടൻഷ്യലുള്ള എല്ലാവരും പെർഫോമൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. ടാലൻ്റുള്ള പലരും വഴിയിൽ വെച്ച് വീണു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ വരെ ബ്രിയാൻ ലാറെ മാതിരിയുള്ള ഒരു ജീനിയസ് ഉണ്ടായിട്ട്, പക്ഷേ അവരെല്ലാം മറികടക്കാൻ ടെണ്ടുൽക്കറെ സഹായിച്ച അദ്ദേഹത്തിൻ്റെ കളിയോടുള്ള ഒരു 100% കമ്മിറ്റ്മെൻ്റ് ആണ്. ഈ 24 വർഷം അദ്ദേഹം ഇന്ത്യക്കാരുടെ പ്രതീക്ഷകൾ മാത്രം പേറിയല്ല, അതുപോലെ തന്നെ അത്ര ശാരീരികമായിട്ടും മാനസികമായിട്ടും ഏറ്റവും അധികം മുൾമുനയിൽ നിൽക്കുന്ന അവസരങ്ങളിലാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൊണ്ടു നടക്കാൻ സാധിച്ച അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻസ് ഡിസിപ്ലിൻ, കളിയോടുള്ള അത്രയ്ക്കുള്ള അഗാധമായ കമ്മിറ്റ്മെൻറ്റും കൊണ്ടാണ്. ഇതാണ് ടെണ്ടുൽക്കറെ യഥാർത്ഥത്തിലുള്ള പ്രതിഭയാക്കി മാറ്റുന്നത്. ശരി രാഘവൻ, തിരിച്ചു വരാം. ശ്രീ കമാൽ വരദൂർ, സാങ്കേതിക തടസ്സം മൂലമാണ് താങ്കളുമായുള്ള കമ്മ്യൂണിക്കേഷനിൽ തകരാറ് സംഭവിച്ചത്. സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. നമുക്ക് ഓർമ്മയുണ്ട്, 100ാം സെഞ്ചുറി തികയ്ക്കുന്ന സച്ചിനെ കുറിച്ചുള്ള വാർത്തകൾക്കായി നമ്മൾ കാത്തിരുന്ന് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ആ കളിക്കാരനിൽ ചെലുത്തിയ ദിവസങ്ങൾ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ. അങ്ങനെ ഒന്നിലധികം തവണകൾ, എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഈ അർത്ഥത്തിൽ പറയാൻ കഴിയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ അദ്ദേഹമായിട്ടുണ്ടാക്കിയ, അതായത് ഒരു താരത്തിൽ നമ്മൾ എത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നുവോ ആ താരം ആ വിശ്വാസത്തിനൊപ്പം പ്രതികരിക്കുമ്പോഴാണ് ശരിക്കും ആ സമ്മർദ്ദം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു സാധാ ക്രിക്കറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വലിയ ടെൻഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ സച്ചിൻ അല്ലാത്ത ഒരു താരം ക്രീസിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയോ വലിയ ടെൻഷനോ ഒന്നും ഉണ്ടാവാറില്ല. സച്ചിൻ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു 25 വർഷത്തെ കരിയർ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 89 ആ പാകിസ്ഥാൻ മുതൽ അദ്ദേഹത്തെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം വരുന്നത് ഈ പ്രഷറിന് നടുവിലേക്കാണ് എപ്പോഴാണെങ്കിൽ പോലും. ഇപ്പോൾ 2003 ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, 2003 നമ്മൾ ലോകകപ്പ് ഫൈനൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്ത് വലിയൊരു സ്കോറിലേക്ക് വരുന്നു. ആ വലിയ സ്കോർ ചേസ് ചെയ്യാനായിട്ട് അദ്ദേഹം ഓപ്പണറായിട്ട് വരുന്നു. പെട്ടെന്ന് പുറത്താവുന്ന ഒരു കാഴ്ചയിൽ ആ കാഴ്ചയിൽ തന്നെ നമ്മളെല്ലാം TV സ്വിച്ച് ഓഫ് ആക്കി നമ്മൾ മടങ്ങുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയ കഴിഞ്ഞ ലോകകപ്പ് ഫൈനൽ വാങ്കഡയിൽ. അപ്പോൾ ഇങ്ങനെ ഏതൊരു വാങ്കഡ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാടാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരാണ്, മൊത്തം അദ്ദേഹത്തിന്, അതായത് എവിടെയൊക്കെ അദ്ദേഹമുണ്ടോ അവിടെ എല്ലാം ഉള്ള ഒരു ശരിക്കും വാങ്കഡ എന്നാൽ അതായിരുന്നു. അവിടെ പോലും അദ്ദേഹം കളിക്കുമ്പോൾ ആ പ്രതീക്ഷകളും ആ എല്ലാം ആ കാണികൾക്കുണ്ട്. അപ്പോൾ ആ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ സച്ചിനുമായി പലവട്ടം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, എന്നെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിനോട് കാരണം എന്താണ്, അതെനിക്കറിയാം. കാരണം എന്നിൽ നിന്നും ഒരു വിജയം അല്ലെങ്കിൽ നല്ല കളികളോ നല്ല ബാറ്റിങ്ങോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നൽകാൻ ഒരു പക്ഷേ സച്ചിൻ അതിലേറെ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ നമ്മൾ ലോക ക്രിക്കറ്റോ അല്ലെങ്കിൽ ലോക കായിക രംഗമോ നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇത്രയും കാലം ഇത്രയും വലിയ പ്രതീക്ഷകളുമായി ഒരു ജനസഞ്ചയത്തിന് മുഴുവൻ പ്രതീക്ഷയെ പറ്റി പറയുമ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഇടയ്ക്ക് സൂചിപ്പിക്കാനുണ്ട്. ഹാഷിം അംല, ദക്ഷിണാഫ്രിക്കൻ കളിക്കാരൻ, ഒരിക്കൽ തമാശയായി പറഞ്ഞു, ഒരു വിമാനയാത്രക്കിടയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്, സച്ചിൻ ഓൺബോർഡ് ഉണ്ടെങ്കിൽ, വിമാനത്തിലുണ്ടെങ്കിൽ മോശപ്പെട്ടതൊന്നും സംഭവിക്കില്ല എന്ന് അദ്ദേഹം പ്രാർത്ഥന പോലെയാണ് പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ സച്ചിൻ്റെ കരിയറിനെ പറ്റിയുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ്. പക്ഷേ നാം സച്ചിൻ്റെ കരിയറിനെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കയറ്റിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് 2002 ശേഷം ഇന്ത്യൻ ടീമിലേക്ക് കൂടുതൽ യുവതാരങ്ങൾ കയറി വന്ന ഒരവസ്ഥയിൽ സച്ചിൻ ഫോം ഔട്ട് ആവുകയും
അവസാനം ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഫോം തിരിച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും കളിയിലേക്ക് മടങ്ങി വരുന്നത്. ഇത്തരത്തിൽ ഒരു കയറ്റിറക്കങ്ങളുടെ ഒരു കരിയർ ഗ്രാഫാണ് സച്ചിൻ്റേത്. പക്ഷേ ബ്രാഡ്മാൻ്റേത് നേരെ തിരിച്ചാണ്. അദ്ദേഹം തുടക്കം മുതൽ അവസാനം വരെ ഒരേ കരിയർ ഗ്രാഫ് സൂക്ഷിച്ചപ്പോൾ സച്ചിൻ്റേത് കുത്തനെയുള്ള താഴ്ചകൾ പോലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ബ്രാഡ്മാനിലേക്ക് വരുമ്പോൾ അത് കാലഘട്ടം വേറെയായിരുന്നു. സച്ചിൻ്റെ ഒരു കരിയറിലേക്ക് നമ്മൾ വരുമ്പോൾ അദ്ദേഹത്തിന്, അതായത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ടീമിലെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ പല വേളകളിലായിട്ട് പല യുവതാരങ്ങളും കടന്നു വന്ന് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പെർഫോം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു താരം സെഞ്ചുറി നേടുമ്പോഴോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് സെഞ്ചുറി നേടുമ്പോഴോ അത് നമ്മൾ നേരത്തെ പറഞ്ഞ സമ്മർദ്ദം പോലെ, അതായത് കൂടുതൽ സമ്മർദ്ദം ആ താരത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ സീസണിൽ നിരന്തരമായിട്ട് ഇപ്പോൾ ടെസ്റ്റ് മത്സരങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ സച്ചിൻ ബൗൾഡ് ആവുന്ന, അല്ലെങ്കിൽ ലെഗ് ബിഫോർ വിക്കറ്റ് ആവുന്ന, അല്ലെങ്കിൽ ശരിക്കും ഒരു ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാന് പറ്റാൻ കഴിയാത്ത പിഴവുകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായപ്പോൾ നമ്മൾ പലരും പറഞ്ഞിരുന്നു സച്ചിന് വിരമിക്കാൻ സമയമായി എന്നുള്ളത്. അങ്ങനെ അപ്പോൾ ആ രീതിയിൽ പെർഫെക്റ്റ്, അതായത് പ്രൊഫഷണൽ പിഴവുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമ്മർദ്ദം കൂടും. പക്ഷേ ആ സമ്മർദ്ദങ്ങൾക്കിടയിൽ നമ്മൾ മറുഭാഗം ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ക്രിക്കറ്റിൽ നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ക്രിക്കറ്റിനെ ചർച്ച ചെയ്യുന്നത് റോങ് റീസൺസിലാണ്. അപ്പോൾ പന്തേ വിവാദം ഉൾപ്പെടെയുള്ള പല വിവാദങ്ങൾ അവിടെ ഉണ്ടായിട്ടും അതിൽ ഒരിക്കലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 25 വർഷത്തെ കരിയർ എടുക്കുകയാണെങ്കിൽ ഒരു വിവാദത്തിലും അദ്ദേഹം പ്രതിയല്ല, വളരെ മാന്യമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു. എന്തുകൊണ്ട് ക്രിക്കറ്റിന് ജെന്റിൽമാൻസ് ഗെയിം എന്ന് പറയുന്നു, അതിന് മകുടോദാഹരണമാണ് സച്ചിൻ. അപ്പോൾ വിവാദങ്ങൾക്കെല്ലാം അതീതമായിട്ട് അദ്ദേഹം കളിക്കുന്നു. അപ്പോൾ ചില ഘട്ടങ്ങളിൽ സമ്മർദ്ദത്തിൽ വരുമ്പോൾ അദ്ദേഹം പതറാറുണ്ട്. പക്ഷേ ആ പതർച്ച അദ്ദേഹം പ്രകടിപ്പിക്കാറ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർക്ക് വേണ്ടത്, അദ്ദേഹം ജയവും തോൽവിയും അല്ലെങ്കിൽ മോശം ഫോമും നല്ല ഫോമും ഒക്കെ കളിയുടെ ഭാഗമാണ്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം പ്രതികരിക്കാതെ തൻ്റെ റിതം, തൻ്റെ താളം, അതിനൊപ്പം കളിച്ച് ശരിക്കും തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു താരമാണ്. ഒരു പക്ഷേ അതായിരിക്കാം സച്ചിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ശ്രീ രാഘവൻ, നേരത്തെ താങ്കൾ വിലയിരുത്തിയതുപോലെ 90കളുടെ ഒരു ഘട്ടം അത് എങ്ങനെയാണ് ക്രിക്കറ്റിനെ നിർണ്ണയിച്ചത്, അതിൽ സച്ചിൻ്റെ ഒരു സ്ഥാനം എന്താണ് എന്ന് വിലയിരുത്താനാണ് താങ്കൾ ശ്രമിച്ചത്. അത് ആ കളി ശൈലിയുടെ, ആ കളിക്കാരൻ എങ്ങനെയാണ് ആ കാലഘട്ടത്തെ നേരിട്ടത്? 90കൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു രണ്ട് കാര്യങ്ങളുണ്ടായി. ഒന്ന്, ഇന്ത്യയുടെ ഒരു എക്കണോമിക് ലിബറലൈസേഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ടെലികാസ്റ്റിൻ്റെ റൈറ്റ്സ് മുഴുവൻ ദൂരദർശനിൽ നിന്ന് മാറ്റി പ്രൈവറ്റ് ചാനൽസിന് തുടങ്ങാം, പ്രൈവറ്റ് ടെലികാസ്റ്റേഴ്സിന് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ മാറ്റം വന്നു, സമൂലമായ ഒരു മാറ്റം സമൂഹത്തിലും ക്രിക്കറ്റ് കളിയിലും വന്നു. BCC ആണെങ്കിൽ കഴിയുന്നത്ര കമേഴ്ഷ്യൽ പ്രോസ്പെക്ട്സ്, എത്രത്തോളം കമേഴ്ഷ്യൽ പ്രോസ്പെക്ട്സ് ഉണ്ട് അത് മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഡാൽമിയ ബിന്ദ്ര ഈ ഗ്രൂപ്പ് BCCയിൽ വന്നപ്പോൾ അവരുടെ ചിന്ത അതായിരുന്നു. അവർ രണ്ട് ഭാഗത്തു നിന്ന്, ഒന്ന് ഇന്ത്യൻ പബ്ലിക്കിൻ്റെ എക്സ്പെക്ടേഷൻസ് കൂടിയിരുന്നു. ഒരു പ്രാവശ്യം ലോകകപ്പ് ജയിച്ചു, പല മേഖലയിലും ഇന്ത്യ മുന്നേറുന്നു, ക്രിക്കറ്റിലും ഇന്ത്യ മുന്നേറുന്നു. നേരത്തെ പറഞ്ഞാൽ ക്രിക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു മതമാണ്. അപ്പോൾ ഇന്ത്യൻ ടീം മുന്നിലെത്തണമെന്നുള്ള വലിയൊരു വാശിയും വാഞ്ചയുമുള്ള ഒരു ജനസമിതി ഇന്ത്യയിൽ വന്നു. അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റവന്യൂസ് മാക്സിമൈസ്, അത് മുഴുവൻ പൊട്ടൻഷ്യൽ എടുക്കണം. അങ്ങനെയാണ് 2 ലോകകപ്പ്, 3 ലോകകപ്പ് ഇത്ര ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് നടത്താൻ സാധിച്ചു. അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു ഇതിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു രണ്ടുപേരുടെയും പ്രതീക്ഷ. ഇന്ത്യൻ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം കളി ജയിക്കണമെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ നന്നായി ബാറ്റ് ചെയ്യണം. 1990കളിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര നിലനിർത്തിയ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറാണ്. 2000 ആണ്ടുകൾ വന്നപ്പോഴാണ് ദ്രാവിഡും ഗാംഗുലിയും പിന്നെ ലക്ഷ്മണും എല്ലാം വന്ന്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ മുഴുവൻ പേറിയാണ് അദ്ദേഹം അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ നിലനിർത്തിയ. അതിൻ്റെ റിസൾട്ട്സ് എല്ലാം വന്നു തുടങ്ങിയ ഗാംഗുലി ക്യാപ്റ്റനായി പിന്നെ ധോണി ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഭാഗ്യം, അത് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് കൊണ്ട് കൂടിയാണ്. അദ്ദേഹം തുടങ്ങി വെച്ച ആ ഒരു ക്രിക്കറ്റിലെ വിപ്ലവം അദ്ദേഹത്തിന് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാനായിട്ട് സാധിച്ചു. കാരണം ഏറ്റവും 1992 ലോകകപ്പിൽ ഏറ്റവും താഴെക്കടയിൽ, അതായത് സിംബാബ്വേക്കും ശ്രീലങ്കയ്ക്കും തൊട്ട് മുകളിൽ സ്ഥലം പിടിച്ച ടീമായിരുന്നു ഇന്ത്യ. അതിൽ നിന്ന് 2011 ലോകകപ്പ് ജയിക്കുന്ന ഒരു ടീമായി ഇന്ത്യ വരും. അത് മുഴുവൻ, ആ ഒരു പ്രയാണം മുഴുവൻ കാണാനായിട്ടും അതിൻ്റെ ഭാഗമാകാനും സച്ചിൻ ടെണ്ടുൽക്കർക്ക് സാധിച്ചു. അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലും ഇന്ത്യക്ക് പുറത്ത് ജയിക്കില്ല എന്നൊരു ടീമായിരുന്നു ഇന്ത്യ. അവിടെ നിന്ന് പുറത്തു പോയി ടെസ്റ്റ് മാച്ചുകൾ ജയിക്കുന്നു, പരമ്പരകൾ ജയിക്കുന്നു. ആ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യൻ ടീമിനെ എത്തിക്കാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമാകാൻ സച്ചിൻ ടെണ്ടുൽക്കർ സാധിച്ചു. അതുമാതിരി ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിനെ നോക്കുകയാണെങ്കിൽ പണ്ട് ആരും മൈൻഡ് ചെയ്യായിരുന്ന ഒരു വെള്ളക്കാരുടെ ആധിപത്യം ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഒരു നിർണായക ശക്തിയായത് അതിൻ്റെ ആ ഒരു സ്ട്രോങ് ഫിനാൻഷ്യൽ പൊസിഷൻ കൊണ്ടാണ്. ഇപ്പോൾ ബിനു വർഗീസ്, മുൻ കേരള വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ബിനു വർഗീസ്, താങ്കൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പക്ഷേ സച്ചിൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കും. ഒരുപക്ഷെ ശാരദാശ്രമം സ്കൂളിലെ സ്കൂൾ ടൂർണമെന്റുകളിൽ കളിച്ചിട്ടുണ്ടാകും. എങ്ങനെ സ്വാധീനിച്ചു സച്ചിൻ പിന്നീടുള്ള തലമുറയെ? വളരെ വളരെ നല്ല കഠിനാധ്വാനം കൊണ്ട്
ക്രിക്കറ്റ് ഇത്രയും നന്നാക്കിയ ഒരു വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫീൽഡിലും പുറത്തും നല്ല പെരുമാറ്റവും നല്ല ഷോട്ടും, ഓഫ് സൈഡിലെ ഷോട്ട്സ് എല്ലാം, സ്റ്റേറ്റ് ഡ്രൈവും ലേറ്റ് കട്ടും എല്ലാം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അത്രയും നല്ല ക്രിക്കറ്റ്, ഇന്ത്യയിലെ ക്രിക്കറ്റ് ആണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ വേണം. ആ ഒരു ഫീൽ ആയിരുന്നു ക്രിക്കറ്റ് എല്ലാ മനുഷ്യരും കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് ഇത്രയും ഇന്ത്യയെ സ്നേഹിക്കുന്ന ക്രിക്കറ്റ് ടീം ഉണ്ടായത് തന്നെ സച്ചിനാണ്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ കെ എൽ മോഹനവർമ്മ, വളരെ മനോഹരമായ ഇന്നിങ്സുകൾ താങ്കളുടെ ഓർമ്മയിൽ വരുന്നത് ഏതൊക്കെയായിരിക്കും? ഷാർജയിലെ ഓർമ്മകളുണ്ടാവാം, ലോർഡ്സിലേതുണ്ടാവാം. ഏറ്റവും കാവ്യാത്മകമായ സച്ചിൻ നമ്മുടെ ഓർമ്മയിൽ അവശേഷിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? അല്ല, ഒരു ടോട്ടാലിറ്റി ആയിട്ട് ഒരു ഇന്നിങ്സ് എന്നുള്ളതല്ല. ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ ഷോട്ട്സ്, അതിൻ്റെ ഷോട്ട് സെലക്ഷൻ, അതിൻ്റെ ഭംഗി, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത്. ആ സ്ട്രൈറ്റ് ഡ്രൈവ് ഒക്കെ എന്ത് രസമാണെന്നറിയോ, അത് ലേറ്റ് കട്ടൊക്കെ ചെയ്യുന്നതും. ഇതിലെന്താണെന്നറിയോ, അദ്ദേഹം പറഞ്ഞൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈയിടെ നടന്നൊരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഈ ബൗളർ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുമ്പോൾ ആ പന്തിലേക്കായിരിക്കും എൻ്റെ മുഴുവനും കോൺസെൻട്രേഷൻ. അടുത്തടുത്തെടുത്ത് പന്ത് എൻ്റെ നേരെ വരുമ്പോൾ ഞാൻ അതിൽ എൻ്റെ ബാറ്റ് തൊടുന്ന ആ ഞൊടിയുടെ വരെ എൻ്റെ കോൺസെൻട്രേഷൻ ആ പന്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ 100% എനിക്ക് കോൺസെൻട്രേഷൻ സാധിക്കുകയാണെങ്കിൽ എന്നെ ആർക്കും ഔട്ടാക്കാൻ ഒക്കില്ല. പക്ഷേ ഞാനും ഒരു സാധാരണ കളിക്കാരനാണ്, സാധാരണ മനുഷ്യരാണ്. അപൂർവം ചിലപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ വിട്ടുപോകും, സ്വാഭാവികമായിട്ടും അപ്പോഴാണ് ഞാൻ ഔട്ടാകുന്നത്. എന്ന് പറയുമ്പോൾ തനിക്ക് ലഭിച്ച ടാലൻറ്റിനെ ഏറ്റവും അധികം സാധനയോടുകൂടി 100% ശ്രമത്തോടുകൂടി എങ്ങനെ ഇത് ഫേസ് ചെയ്യണം എന്നുള്ളതിന് ഒരു ലീഡ് കൊടുത്ത് കൊണ്ടുവന്നാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കളികളുടെ ഭംഗി, അതിൻ്റെ ഭംഗി മറ്റാർക്കും ലഭിക്കാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും കിടക്കും. അദ്ദേഹം ടി വിയിൽ അദ്ദേഹത്തിൻ്റെ കളി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇന്ത്യ മുഴുവൻ നിശ്ചലമാകും. അത് ഇനി ഒരിക്കലും വരാൻ പോകാത്ത ഒരു പ്രതിഭാസമാണ്. ഇതിൻ്റെ പിന്നിൽ വേറൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞവരുണ്ട്, ഓർത്തോണം, ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായിരുന്ന ക്രിക്കറ്റ് മേഖലയിൽ ശിവസേനയെ പോലുള്ളൊരു പ്രത്യേക ആശയത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന മുംബൈയിലെ മറാഠിയായ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്, വളരെ പ്രധാനമാണ്. ഞാൻ മുംബൈക്കാരനാണ്, മറാഠിയാണ്, പക്ഷേ ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ ഞാനൊരു ക്രിക്കറ്റീറാണ്, ഞാനൊരു കളിക്കാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നും അദ്ദേഹം പറയുകയുണ്ടായല്ലോ, എനിക്ക് എൻ്റെ ജീവിതം ക്രിക്കറ്റാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ക്രിക്കറ്റിനെ മനോഹരമാക്കി, ഭംഗിയാക്കി. മോഹനവർമ്മയോട് ചൂണ്ടിക്കാട്ടിയ ഷോട്ട് സെലക്ഷൻ, ഇതേക്കുറിച്ച് പറയുമ്പോൾ ദക്ഷിണാഫ്രിക്കൻ ഫാസ്റ്റ് ബോളർ അലൻ ഡൊണാൾഡ് ഒരിക്കൽ പറഞ്ഞു, സച്ചിൻ ടെണ്ടുൽക്കർക്കുള്ള ആദ്യത്തെ 12 ബോളുകൾ, ആ 12 ബോളുകൾ നിർണായകമാണ്. കാരണം ആ 12 ബോളുകൾ നിങ്ങൾ എങ്ങനെ എറിയുന്നുവോ അതനുസരിച്ചായിരിക്കും സച്ചിൻ്റെ ആ ഇന്നിങ്സ്. ഈ 12 ബോളുകൾക്കുള്ളിൽ സച്ചിനെ ഔട്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ സച്ചിനെ പുറത്താക്കാൻ മിക്ക ബോളർമാർക്കും കഴിയാറില്ല. സച്ചിൻ്റെ മൊത്തം കരിയർ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ അലൻ ഡൊണാൾഡിൻ്റെ പ്രസ്താവന ശരിയാണെന്ന് കാണുന്നില്ലേ? അതിലൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത്, ഇപ്പോൾ ലോക ക്രിക്കറ്റിലെ ഏതാണ്ട് എല്ലാ മികച്ച ബൗളർമാരും, ഇപ്പം ഡൊണാൾഡ് ആണെങ്കിൽ, ഗ്ലെൻ മെഗ്രാത്ത് ആണെങ്കിൽ, ജെയ്സൺ ഗില്ലസ്പി ആണെങ്കിൽ, പാകിസ്ഥാന്റെ വസീം അക്രം വക്കാർ, ഇങ്ങനെ നമ്മൾ സമകാലിക, അതായത് സച്ചിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിലുള്ള ബൗളർമാരെ നമ്മൾ എടുക്കുമ്പോൾ ആ ബൗളർമാർക്കെതിരെ എല്ലാം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഒരു വേള എനിക്ക് തോന്നിയത് ഷുഹൈബ് അക്തർ, പണ്ട് നമ്മൾ ലോകകപ്പ് കളിക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ അത്ര മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയിലെല്ലാം പന്തെറിഞ്ഞ സമയത്ത് പോലും, അതായത് ശരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ തീവ്രത വേറെയാണ്. ആ മത്സരങ്ങളിൽ പോലും വളരെ അനായാസം, അതായത് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞൊരു പോയിന്റ് അവിടെയുണ്ട്, സമ്മർദ്ദം എന്നുള്ളത്. ആ സമ്മർദ്ദ ഘട്ടത്തിൽ പോലും അദ്ദേഹം കളിക്കുന്ന കാഴ്ച, അതായത് അലൻ ഡൊണാൾഡിൻ്റെതിനപ്പുറം, അതായത് എനിക്ക് തോന്നിയൊരു വസ്തുത, നമ്മൾ ലോകം കണ്ട ഏറ്റവും നല്ല ഒരു സ്പിന്നറെ പറയുകയാണെങ്കിൽ അത് ഷെയ്ൻ വോൺ ആണ്. ഷെയ്ൻ വോണിനെ പോലെ ഒരു ബോളർ, 400-ലധികം വിക്കറ്റ് എടുത്ത ഒരു ബോളർ, 500ഓളം വിക്കറ്റ് എടുത്ത ഒരു ബോളർ, അദ്ദേഹം ഒരു വേള പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സച്ചിനെതിരെ പന്തെറിയാൻ
ചെയ്യുന്നത്. അതായത് അദ്ദേഹം എന്നെ സിക്സറിന് പറത്തുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ട് കരഞ്ഞിട്ടുണ്ട്, അലറി വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ബൗളർ, വോണിനെ പോലെ ഒരു ബൗളർ തൻ്റെ പ്രതിയോഗി ലിസ്റ്റിലുള്ള ഒരു ബാറ്റ്സ്മാനെ കുറിച്ച് അത്രമാത്രം പുകഴ്ത്തി പറയണമെങ്കിൽ, അപ്പോൾ സ്പിന്നിനെ മാത്രമല്ല, ഇപ്പം നമ്മൾ പേസറുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏതൊരു തരം ബൗളറുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിലും ആ ബൗളർമാരിൽ പലരും